അവര് RSSലുള്ളവരാണ്. അവര് പിന്നെ നമ്മളെക്കാളും ഉയർന്ന ജാതിയിലുള്ളവരാണ്. അതുകൊണ്ട് അവരടുത്ത് നമ്മൾ എതിർത്ത് സംസാരിക്കാനോ നമ്മളതിനെപ്പറ്റി ഒന്നും അവരടുത്ത് അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ കേട്ടോണ്ട് പണ്ടത്തെ ഒരു ആചാരങ്ങളൊക്കെ ഈ അയാൾ നായരാണ്. നായരിൽപ്പെട്ട ഒരു പണ്ടത്തെ ഒരു കീഴ് ജാതിക്കാരെ കാണൂലേ, അത് കണക്കാണ് അങ്ങേര് കാണുന്നതും. സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദണ്ടില്ലേ, ആ ദണ്ട് വെച്ച് അവന്റെ നാക്ക് കുത്തി കീറി. ഇവിടെ RSS സംഘടനയിലുള്ളവരാണ് അന്ന് അടിച്ചത്. ചേർത്ത് തൊട്ടപ്പോഴേ ഞാൻ ഗർഭിണിയാണ്, എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയാൾ വയറ്റിൽ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവന് കഴിക്കാൻ നമ്മളെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് അവൻ കഴിക്കാതിരിക്കുകയാണ്. പറ്റി ഒന്ന് രണ്ട് വാക്ക് വെളിപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഇത് തിരുവനന്തപുരം താലൂക്കില് പേരുക്കട വില്ലേജില് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 34-ാം വാർഡില് ദളിത് വിഭാഗത്തിൽപ്പെട്ട അജയൻ്റെ ഭവനത്തിൽ കയറി 20ഓളം പേര് വരുന്ന ഒരു കൂട്ടം ജനങ്ങൾ കയറി അവരെ അതിക്രൂരമായി 3 മാസം ഗർഭിണിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയും 2 മക്കളെയും വളരെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ FIR എടുത്തിട്ട് പോലും ഇവിടുത്തെ പോലീസ് FIR എടുത്തിട്ട് പോലും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട ADGP ഇപ്പോൾ കാണും, ബഹുമാനപ്പെട്ട AC കണ്ടപ്പോഴത്തേന് അദ്ദേഹം AC വിളിച്ചപ്പോൾ പ്രതികൾ പോലീസിനോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പ്രതികൾ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ പ്രതികൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. ഇവരുടെ മുമ്പിൽ നിന്ന് ദിനംപ്രതി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ കാണുമ്പോൾ തുപ്പുക, ഇങ്ങനെയൊക്കെയുള്ള വളരെയേറെ ഹീനകരമായ നടപടികളാണ് ഈ കുടുംബം ഇപ്പം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രതികളെ ഈ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തില്ലാത്ത പക്ഷം ദളിത് ഫ്രണ്ട് DFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടി തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നീചപരമായ ഒരവസ്ഥയാണ്. ഇതിനെതിരെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇത് വിലയിരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മാനസികപരമായ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന അയ്യങ്കാളി ജനിച്ചു വളർന്നൊരു ജില്ലയാണ്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ പിന്നെ അവിടെ ജീവിക്കും. ഞങ്ങളെല്ലാം ഇതിനെതിരെ ശക്തമായൊരു നിയമ നടപടി വഴിയും അല്ലാതെ സമര നടപടികളും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഉടനെ പ്രവർത്തിക്കണം. ഇത് ഇവിടെ ഈ അടുത്ത നാളുകളിൽ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേരെ ചൂടുവെള്ളം ഒഴിച്ചു. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഈ ജില്ലയിൽ നടന്നിട്ട് പോലും ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കളോ ഇവരൊക്കെ ഞങ്ങളെ ഏത് തരത്തിലാണ് കാണുന്നത്? ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ സമര നടപടികൾ എടുക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഈ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ ഇവിടെ സമീപവാസികളായിരിക്കുന്ന വാടകയ്ക്കുള്ള അതിനെപ്പറ്റി കൂടുതൽ ആ കുട്ടികൾ തന്നെ പറയുന്നതായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമോ എന്തെങ്കിലും വ്യക്തിപരമായ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അവർ RSSലുള്ളവരാണ്. അവർ പിന്നെ നമ്മളെക്കാളും ഉയർന്ന ജാതിയിലുള്ളവരാണ്. അതുകൊണ്ട് അവരടുത്ത് നമ്മൾ എതിർത്ത് സംസാരിക്കാനോ നമ്മളതിനെപ്പറ്റി ഒന്നും അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ കേട്ടോണ്ട് പണ്ടത്തെ ഒരു ആചാരം കണക്ക് ഈ അയാൾ നായരാണ്. നായരിൽപ്പെട്ട ഒരു പണ്ടത്തെ ഒരു കീഴ് ജാതിക്കാരെ കാണൂലേ, അത് കണക്കാണ് അങ്ങേര് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. അതിന് നമ്മൾ നിന്ന് കൊടുക്കണം. നമ്മൾ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മൾ അവരെ കീഴിൽ അവർ പറയണ എല്ലാം കേട്ടോണ്ട് നമ്മൾ ഇരിക്കുന്നതാണ്. അത് നമ്മൾ എതിർക്കണോണ്ടാണ് അവർക്ക് ഇത്ര വൈരാഗ്യം നമ്മളടുത്ത്. നമ്മളിതിന് മുമ്പും വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ഇയാളെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ ആക്ഷനൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളങ്ങനെ പരാതിയൊക്കെ കൊടുക്കണോണ്ടാണ് അവരടുത്ത് എതിർക്കണോണ്ടാണ് അവർക്ക് നമ്മുടെ അടുത്ത് ഇത്ര ശത്രുത. ഞാൻ ചേച്ചിയുടെ വീട് തൂക്കാൻ വേണ്ടി പോയപ്പോഴാണ് അയാളുടെ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ച. അപ്പോഴത്തേക്കും ഞാനും അതിനെ എതിർത്ത് സംസാരിച്ചു. അപ്പം അയാളുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞ്, അച്ഛ ഇന്ന ജാതിയിൽപ്പെട്ട വേടത്തിൽ നിന്നാണ് അവർ പറഞ്ഞത്, വേടത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നു എന്നാണ്. അപ്പം ഞാൻ അകത്ത് നിന്ന കൊച്ചിനെ അയാളുടെ മോനാണെങ്കിൽ പിടിച്ച് മിറ്റത്തിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ മൂത്ത കൊച്ചിനെയും കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പേടിച്ച് വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. അപ്പോഴും സഹോദരൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ്, ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, 1-2 പ്രാവശ്യമല്ലല്ലോ അയാളിങ്ങനെ പറയണത്, ഒന്ന് പോയി ചോദിച്ചിട്ട്. ഇവൻ ചോദിക്കാൻ വേണ്ടി പോയി, എന്തിനാണ് മാമ അങ്ങനെ സംസാരിച്ചത്, നിങ്ങളെ മോൻ കാണിച്ച തെറ്റല്ലേ, നിങ്ങൾക്ക് പറഞ്ഞ് വിലക്കിക്കൂടെ. അപ്പോൾ ആ സമയത്ത് അയാളുടെ മോനും മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഇവൻ പോയപ്പോഴത്തേക്ക് അവർ കതവ് കയറി അടച്ച് റൂമിൻ്റെ അകത്ത് കയറി. അപ്പോഴത്തേക്ക് ഇവ തിരിച്ച് വീട്ടിൽ വന്ന്
അപ്പോഴത്തേക്കാണ് ഇവർ RSSൽ ഉള്ളവരെ ആ മാമ അപ്പോഴത്തേക്കും RSSലും പാർട്ടിയിലുള്ളവരെ BJP പാർട്ടിയിലുള്ളവരെ വിളിച്ച് വീട്ടിൻ്റെ മുറ്റത്തിരുന്നവനെയാണ് അയാളുടെ വീട്ടിൽ ഇവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോയാണ് അയാളുടെ വീട്ടിലിട്ട് അടിച്ചതും നെറ്റിയൊക്കെ പൊട്ടി. അങ്ങനെ നമ്മൾ ഇവൻ്റെ നിലവിളി കേട്ടുകൊണ്ടാണ് ഇവൻ അവിടെ കൊണ്ടിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഇളയവൻ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പം അവന് നമ്മളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ നിലവിളി കേട്ട്, ചേട്ടൻ്റെ നിലവിളി കേട്ടപ്പോഴത്തേക്കാണ് നമ്മൾ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ഇവൻ സമീപത്തുള്ള പൊതു പൈപ്പിൻ്റെ അവിടെ അടിച്ച് ചെളിയിലങ്ങ് ഇട്ടിരിക്കുകയായിരുന്നു. അവന് ബോധം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഓർമ്മയോ ബ്ലഡ് ശരീരത്തിൽ നിന്ന് നെറ്റിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവന് ഒരു ഓർമ്മ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവന്. അങ്ങനെ നമ്മൾ മൂത്ത ചേട്ടനെ എടുത്തുകൊണ്ട് പറഞ്ഞ ഇതിൽ ഇളയവനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇളയവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ വീട്ടിലുള്ള ഒരു പെങ്ങളെയാണോ പെണ്ണുങ്ങളെയാണോ ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങൾ ഇടപെടില്ല, വേറെ ആര് പറഞ്ഞാലും അതുപോലെയല്ലേ എൻ്റെ ചേട്ടനും ചെയ്തോളൂ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും നമ്മൾ ഇവനെ കൊണ്ടുവന്ന് ഇളയവൻ്റെ അടുത്ത് അവർ ചോദിച്ചു, നീ നമ്മുടെ അടുത്ത് സംസാരിക്കാറ് എത്ര വളർന്നാ, നിങ്ങൾ ഏത് ജാതിക്കാരും നമ്മൾ ഏത് ജാതിക്കാരും നിങ്ങൾ ചിന്തിക്കണം. എത്ര കാലം കഴിഞ്ഞ് പോയാലും നിങ്ങൾ നിൽക്കേണ്ടടുത്തേ നിങ്ങൾ നിൽക്കാവൂ, അതിന് ഉയർത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ ഇതുപോലെ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി അടിച്ച് അവർ ശാഖയിൽ ഉപയോഗിക്കുന്ന ഒരു ദണ്ടില്ലേ, ആ ദണ്ട് വെച്ച് അവൻ്റെ നാക്ക് കുത്തി കീറി. ഇവിടെ നിന്ന് ഇങ്ങനെ അത്രയും കീറി, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ശാഖയിൽ ഉപയോഗിക്കുന്ന ദണ്ട്, RSSലെ ശാഖയിൽ ഉപയോഗിക്കുന്ന ഒരു ദണ്ടില്ലേ, മുളയിലല്ല ഇരുമ്പിലൊരു മുകളിലൊരു ഇത് വരും ദണ്ട്, ആ ശൂലം പോലെ ദണ്ട് അല്ല ഒരു ദണ്ട്, ഒരു ബ്ലാക്ക് ഇതിലെ ദണ്ടുണ്ട്. അത് സ്റ്റേഷനിൽ എല്ലാം ദണ്ടെന്ന് പരാതി കൊടുത്തിട്ട് വട്ടിയൂർക്കാവ് പോലീസ് അനാസ്ഥ അതിനകത്ത് കാണിച്ചേക്കുന്നത്. വട്ടിയൂർക്കാവ് SHO മുമ്പേ വിളിച്ചപ്പോഴും അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. വട്ടിയൂർക്കാവ് SHO മുമ്പേ വിളിച്ചു വെച്ചു, സാറ് അദ്ദേഹത്തോട് മുമ്പേ ഞാൻ കേസിൻ്റെ കാര്യം അദ്ദേഹം ആ കേസ് എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പുള്ളി ACPയുടെ മണ്ടയ്ക്കോട്ട് വെച്ചു. ACP ആ കേസ് അന്വേഷിക്കുക, എൻറോൾമെൻറ്റ് ACP ആണ് അന്വേഷിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ടീമുകൾ അന്വേഷിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള CA ആണ് ഇദ്ദേഹം. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം അന്വേഷിക്കണ്ടേ, അപ്പോൾ ഇദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. ഈ കേസ് എടുത്തിട്ട് പോലും FIR ഇവർ പോയി പരാതി പറഞ്ഞിട്ട് പോലും അവർ ഈ വട്ടിയൂർക്കാവ് പോലീസ് കേസ് എടുത്തിട്ടില്ല. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരാതി? കാരണം അതിൻ്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അഭിജിത്ത് അത് SI ആയിരിക്കും, ആരാണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ SHO അറിയത്തില്ല, വ്യക്തിയെ അറിയത്തില്ല. അപ്പം അതിനെതിരെ ഞങ്ങൾ പട്ടികജാതി കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനാസ്ഥ ഇല്ല, മുളകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അനാസ്ഥ ഇല്ല, ഇവരാദ്യമേ ഇവരെ വിളിച്ച് താക്കീത് ശക്തമായി കൊടുക്കുമായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമോ, ഈ കുടുംബത്തിൽ ഇങ്ങനൊരു ഗതി ഉണ്ടാവുമോ? അപ്പോൾ ഇതിനെതിരെ ദയനീയപരമായ ഒരു പരിപാടി തന്നെയാണ് അത്. നാളെ പ്രതിഷേധ മാർച്ചാണെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നോണ്ടാണ് സംഘടന ഇതിനകത്ത് കയറി ഇടപെട്ടത്. കാരണം ഇവിടെ ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർമാരാ. അയാൾ ഒറ്റയ്ക്കാണ് വന്ന് താമസിക്കുന്നത്, വേറെ എവിടെന്നോ ആ വീട് ഒറ്റയ്ക്ക് വാങ്ങിച്ചാണ് താമസിക്കുന്നത്. അയാൾ വന്നതിന് ശേഷം തന്നെ നമ്മളെ ജാതിയിൽപ്പെട്ടവരെ ഒരുപാട് പേരെ അടിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. അവർ പിന്നീട് മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റി പരാതി ഒരാളെങ്ങാണ്ടേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആരും സ്റ്റേഷനിൽ പോലീസ് വരും, അന്വേഷിക്കും, അങ്ങ് പോകും. അതിനുശേഷം പിന്നെ ഒന്നും ഒരിതും അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട്. അത് അനിയനെ നമ്മൾ മൂത്ത ചേട്ടനെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് നമ്മൾ അനിയൻ്റെ ഇത് നമ്മൾ ഓടിപ്പോയപ്പോഴത്തേക്കും അവനും അവൻ്റെ നാക്കിൽ നിന്നൊക്കെ ചോര പോയി, അവൻ്റെ ദേഹം ഫുള്ള് പാടായിരുന്നു. അത് മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു, മീഡിയയിൽ അവൻ്റെ ദേഹവും നാക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ഇന്നും നാളെയായിട്ട് ഞങ്ങൾ നോക്കും. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഉണ്ടോ പ്രതിഷേധ പരിപാടി സെക്രട്ടേറിയറ്റ് പഠിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങൾ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുകയും ചെയ്യും, അത് ഞങ്ങൾ ചെയ്തിരിക്കും, അതിനകത്തൊരു സംശയം വേണ്ട. പ്രതികളെ ഇന്നോ അല്ലെങ്കിൽ നാളെ പിടിച്ചില്ലാത്ത പക്ഷം, പ്രതികളെ പിടിച്ചില്ല, ഞങ്ങൾക്കൊരു നീതി കിട്ടും എന്ന് ഞങ്ങളെ സംസ്ഥാന സർക്കാർ ബോധ്യപ്പെടുത്തിയില്ലാത്ത പക്ഷം ഞങ്ങൾ അതിനെതിരെ നടപടിക്ക് പോകും. അയാൾ പൊതു പൈപ്പിൽ നിന്ന് വെള്ളം ഓസിട്ട് അപ്പോഴും നമുക്ക് വീട്ടിലാർക്കും പൈപ്പ് കിട്ടിയില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് വീട്ടിൽ സർക്കാരിൻ്റെ പൈപ്പ് കിട്ടിയത്. അപ്പോഴത്തേക്കും പൊതു പൈപ്പിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ ഇതുപോലെ നമ്മൾ കുടവും കൊണ്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അയാൾ നമ്മൾ ഓസ് മാറ്റി തരണം, നിങ്ങൾക്ക് അയാൾക്ക് വീട്ടിൽ പൈപ്പ് കണക്ഷൻ ഉള്ളതാണ്, അയാൾക്ക് വീട്ടിലെ ബില്ല് കൂടും എന്ന് പറഞ്ഞാണ് പൊതു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് RSL അയാൾ അവിടെ വന്ന സമയം തൊട്ട് RSSലാണെന്നാണ് നമ്മൾ അറിവ്. ഇപ്പോഴും അതുപോലെ തന്നെ സംഘടന ഉള്ളവരല്ലേ ഇവരടിച്ചത്, RSS സംഘടനയിലുള്ളവരാണ് വന്നടിച്ചത്.
താമസിച്ച് വളർന്നവരാണ്. അവരെവിടെയോ വന്ന് അവരെവിടെന്നോ വന്ന് താമസിക്കുന്നതാണ്. അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോഴത്തേക്കും പൊതു പൈപ്പിൽ നിന്ന് നമ്മൾ എടുത്ത് തീർന്നിട്ട് പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നാണ് അയാളുടെ വാദവും സംസാരമൊക്കെ. അങ്ങനെ അനിയനെ അടിച്ച സമയത്ത് ഇനി അവൻ അടിക്കല്ലെന്ന് പറഞ്ഞ് മാറി നിന്നപ്പോഴത്തേക്കാണ് അയാൾ എന്നെ പ്രവീൺ എന്ന് പറയുന്ന ആൾ വലിച്ചു മാറ്റിയിട്ട് ചവിട്ടി. ഞാൻ പറഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ടപ്പോഴേ ഞാൻ ഗർഭിണിയാണ്, എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയാൾ വയറ്റിൽ ചവിട്ടിയത്. വയറ്റിൽ ചവിട്ടി ഞാൻ നിലത്ത് പോയി വീണു. അപ്പോഴാണ് ചേച്ചിയൊക്കെ വന്നാണ് എന്നെ പിന്നെ മെമ്പറും എല്ലാവരും വന്നാണ്. ഇവരാദ്യം ആംബുലൻസിൽ കയറ്റി വിട്ട. അപ്പോഴത്തേക്ക് പിന്നീട് എനിക്ക് വേദന ഇല്ലായിരുന്നു. പിന്നീട് വേദനയൊക്കെ വന്നപ്പോൾ മെമ്പറാണ് എന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്. നമ്മളെ വാർഡ് കൗൺസിലറാണ് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയത്. അപ്പം അവ ഇത്രമേൽ അനുഭവിച്ചിട്ട് ഈ പ്രതികൾ ഇന്ന് നമ്മളെ കണ്ണുമുമ്പേ കൂടി നടക്കുകയാണ്. അപ്പം അവ അനുഭവിച്ച വേദന അവരും അറിയണം. അല്ലെങ്കിൽ അവ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവന് കഴിക്കാൻ നമ്മളെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് അവൻ കഴിക്കാതിരിക്കുകയാണ്. അപ്പം അവൻ തന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവർ കഴിച്ചും കുടിച്ചും എല്ലാവരും ഇവർ നമ്മളെ മുമ്പേ കൂടി നമ്മളെ കറക്കിച്ച് തുപ്പി നമ്മളെ പിന്നെ അസമയം പറഞ്ഞ് അവർ നടക്കണം. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ ജോലിക്ക് ഇപ്പോൾ കൊണ്ടിരുന്ന അവരിപ്പോൾ ജോലിക്കും പോകാൻ പറ്റാതെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു നടപടി നമുക്ക് കിട്ടിയേ പറ്റും. എൻ്റെ കുട്ടികളും അവിടെ വളർന്നു. നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല. ആ ഒരു വീടും ആ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഇവരുണ്ടാക്കണം. നമ്മളെപ്പോലുള്ളവരും ജീവിക്കണ്ടേ? എൻ്റെ കുട്ടികളും ഇനി ഈ ജാതിയിലുള്ളത് തന്നെ എൻ്റെ കുട്ടികൾ, അവർക്കും ജീവിക്കണ്ടേ? അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും നടപടി ചെയ്തേ പറ്റും. കാരണം BJP ചെയ്തിട്ട് ഇവിടെ BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്ന CPM-കാരാണെന്ന് പറയുന്നത്. CPM-കാർ LDF-കാർ BJP-കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എതിർക്കുന്നത് CPM-കാരാണെന്ന് ആവശ്യമാണ്. CPM-കാർ ചെയ്യുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഇവിടുത്തെ BJP-കാരാണെന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അത് BJP-യുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെന്ന് പറയപ്പെടുന്ന ഈ വ്യക്തികൾ വീട് കയറി ആക്രമിച്ചപ്പോൾ LDF സർക്കാർ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ നയം എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ.